ഇപ്പോൾ ശ്രീ പ്രിൻസ് ജോർജ് ചേരുന്നു. ഓഹരി വിപണി വിദഗ്ധനാണ്. ശ്രീ പ്രിൻസ് ജോർജ്, ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് ഓഹരി വിപണിയിൽ ഒരു ഉണർവുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് വിപണി പ്രതികരിക്കുന്നത്? ഓഹരി വിപണിക്കും അല്ലെങ്കിൽ രാജ്യത്തെ ഇത്തരത്തിലുള്ള മേഖലകൾക്ക്, സാമ്പത്തിക മേഖലകൾക്കൊക്കെ ഉണർവ് നൽകുന്ന ഒരു ബജറ്റാണോ ഇത്? മൊത്തത്തിലുള്ള ബജറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കമന്റ് പറയാനായിട്ട് ഒരു സമയമായി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രിലിമിനറി റിയാക്ഷൻ, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സൈഡിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ആണ് ഉണ്ടായേക്കുന്നത്. അതിന്റെ കാരണം ഫിജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 10% നിന്ന് 12% ഷോർട്ട് ടൈം ക്യാപിറ്റൽ 15 നിന്ന് 20% STT എന്ന് പറഞ്ഞ ഒരു ട്രാൻസാക്ഷനെ കളക്ട് ചെയ്യുന്നത് എല്ലാ ടാക്സസും കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു ബോയൻസി ഉണ്ട്, അപ്പോൾ അവിടെ നല്ല ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കിട്ടാവുന്നിടത്തോളം വരുമാനം വരട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻക്രീസ് ആണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അത് മാർക്കറ്റ് പ്രതീക്ഷയിലും വളരെ വലുതായതുകൊണ്ട് മാർക്കറ്റ് ഒരു സെൽ ഓഫിലേക്ക് പോയി ഇപ്പൊ ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം. പിന്നെ ഈ ടാക്സസ് ഒക്കെ എല്ലാ ബജറ്റിലും വന്ന് കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്യുമായിരിക്കും. എന്നാലും ഇത് ഇത്തരത്തിലൊരു ടാക്സ് ഇൻക്രീസിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്. കാരണം നല്ല രീതിയിൽ ടാക്സ് കളക്ഷൻസ് STT വഴിയാണേലും ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് വഴിയാണെങ്കിലും നല്ല എമൗണ്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ റിസർവ് ബാങ്കിന്റെ ഡിവിഡൻഡ് ഒക്കെ കിട്ടിയപ്പോൾ ഗവൺമെന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ടാക്സ് ഇൻക്രീസിന്റെ ആവശ്യമില്ലായിരുന്നു. ഏതായാലും ക്യാപിറ്റൽ മാർക്കറ്റിൽ കുറെ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ന്യൂസുകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നിട്ട് അതിന്റെ ക്ലൈമാക്സ് ആയിട്ടാണ് ഇപ്പൊ ബജറ്റിൽ ഇത്തരത്തിലൊരു പ്രപ്പോസൽ വന്നിട്ട്. എന്തായാലും വിപണി ഒരു താൽക്കാലികമായ ഒരു പ്രതികരണം നടത്തി എന്നുള്ളത്, ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോയി എന്നുള്ളത്, വിപണി വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ കയറുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ഒരു കുറച്ച് ദിവസങ്ങൾ എടുക്കും ഇതിന്റെ ഇതൊന്ന് മാർക്കറ്റ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത് വരാൻ. കാര്യം ആരും എത്ര ലെവലിൽ ഒരു ചെറിയ ഇൻക്രീസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും എല്ലാ തരത്തിലും STT എല്ലാത്തിലും ഇതുപോലത്തെ ഒരു ഇൻക്രീസ് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് വൈകിട്ടത്തോടുകൂടിയേ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ. അതായത് എങ്ങനെയാണ് ഇത് വരുന്നത്, ഏത് ദിവസം തൊട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇനിയുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾക്കാണോ വരുന്നത്, അതോ പഴയ ഇൻവെസ്റ്റ്മെന്റുകൾക്കുണ്ടോ, ഇങ്ങനെയുള്ള ഒത്തിരി ഡീറ്റെയിൽസ് വരാനുണ്ട്. അത് വന്നു കഴിയുമ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടെ ഒക്കെ ഒരാഴ്ചത്തേക്ക് മാർക്കറ്റ് എന്താണേലും ഒരു സൈഡ് വൈസ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇന്നത്തെ ഒരു ട്രേഡിംഗിന്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത്രയും വലിയൊരു സെൽ ഓഫ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമ്പോൾ ഷോർട്ട് പൊസിഷൻസ് മാർക്കറ്റ് വരുന്നുണ്ട്. പ്യുവർലി ഒരു ടെക്നിക്കൽ റീസൺ കൊണ്ട് കുറച്ചൊരു റീബൗണ്ട് ഒക്കെ ഉണ്ടാവും. എന്നാലും മാർക്കറ്റ് സെന്റിമെന്റ്സ് നെഗറ്റീവായിട്ട് അഫക്റ്റഡ് ആയിട്ടുണ്ട്, ഒരു സംശയമില്ല കാര്യം. ശരി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന് ശ്രീ പ്രിൻസ് ജോർജ്.